നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് അടക്കം 636.88 കോടി രൂപ NHM വിഹിതം കുടിശ്ശികയെന്ന് കേരളം. കുടിശ്ശിക ഇനത്തിൽ കേന്ദ്രം തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടും കേന്ദ്രം ഫണ്ട് അനുവദിച്ചില്ലെന്നും സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ചാണ് കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നതെന്നും കേരളം കുറ്റപ്പെടുത്തി. ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തതിനാൽ 2023-24 സാമ്പത്തിക വർഷത്തിലെ വിഹിതം നൽകാനാകില്ലെന്ന് വ്യക്തമാക്കി നാഷണൽ ഹെൽത്ത് മിഷൻ ജോയിന്റ് സെക്രട്ടറി കേരളത്തിന് അയച്ച കത്തും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ടൗൺഷിപ്പിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ 15 ദിവസത്തിനകം പൂർത്തിയാകും. ദുരന്തബാധിതരിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് മാർച്ച് 10, 11, 12 തീയതികളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഹിയറിംഗ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ആശാ വർക്കർമാരുടെ സമരത്തിൽ കൂടുതൽ ഇടപെടലുകളുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ട് സമരത്തെക്കുറിച്ച് സുരേഷ് ഗോപി വിശദീകരിച്ചു. ആശാ വർക്കർമാർക്ക് വേതനം നൽകുന്നതിൽ സംസ്ഥാനത്തിന് വീഴ്ച പറ്റിയെന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. പ്രശ്നത്തിൽ ഇടപെടാമെന്ന് നദ്ദ സുരേഷ് ഗോപിയെ അറിയിച്ചു. ദില്ലിയിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ ആയിരുന്നു കൂടിക്കാഴ്ച. റാഗിംഗ് കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാനുള്ള ഹൈക്കോടതി തീരുമാനം അങ്ങേയറ്റം സ്വാഗതാർഹമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. കഴിഞ്ഞ വർഷം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം അനുവദിച്ച സിംഗിൾ ബെഞ്ച് വിധിയിൽ അതിശക്തമായ അമർഷം രേഖപ്പെടുത്തിയ തന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ വികാരം ഹൈക്കോടതി കണക്കിലെടുത്തതായി കരുതുന്നുവെന്നും അതിൻ്റെ കൂടി ഫലമാണ് ഈ തീരുമാനമെന്ന് കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷി സംവരണത്തിനായി തസ്തികകൾ മാറ്റിവെച്ച സാഹചര്യത്തിൽ NSSന് കീഴിലുള്ള സ്കൂളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചിൻ്റെയാണ് നിർദ്ദേശം. NSSന് കീഴിലുള്ള സ്കൂളിൽ ഭിന്നശേഷിക്കാർക്കായുള്ള 60 സീറ്റുകൾ മാറ്റിവെച്ചതായി മാനേജ്മെൻറ്റ് കോടതിയെ അറിയിച്ചിരുന്നു. ഇത് കണക്കിലെടുത്താണ് തീരുമാനം. വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി അനുമതി നൽകി. 25 ഇന വ്യവസ്ഥകളോടെയാണ് അനുമതി നൽകിയത്. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തെ തുരങ്കപാത നിർമ്മാണം അതീവ ശ്രദ്ധയോടെ വേണമെന്ന് സമിതി നിർദ്ദേശിച്ചു. വന്യജീവികളുടെയും ആദിവാസികൾ അടക്കമുള്ള മനുഷ്യരുടെയും പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് നിർദ്ദേശം. സംസ്ഥാനത്തെ കോളേജുകളിലും സ്കൂളുകളിലും റാഗിംഗ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സർക്കാരിനോട് മറുപടി നൽകാൻ ആവശ്യപ്പെട്ടു. ആശാ വർക്കർമാരുടെ സമരത്തിനെ പിന്തുണച്ച് സർക്കാരിനെതിരെയും മന്ത്രി വീണ ജോർജിനെതിരെയും ആഞ്ഞടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആശാ വർക്കർമാരുടെ 7000 രൂപ പോലും കഴിഞ്ഞ 3 മാസം മുടങ്ങിയെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരക്കാർക്കെതിരെ എന്തൊക്കെ ആക്ഷേപമാണ് നടത്തുന്നതെന്നും ചോദിച്ചു. പ്രകടന പത്രികയിൽ മിനിമം കൂലി 700 രൂപയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സർക്കാരാണിതെന്നും അധികകാലം ഓഫീസിൽ ഇരിക്കാമെന്ന് ആരോഗ്യമന്ത്രി കരുതേണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. SUCIയുടെ നാവായി MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ഓണറ്റേറിയം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാടെന്നും സമരക്കാരുമായി കഴിഞ്ഞ 15-ന് വിശദമായ ചർച്ച ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്ന SUCIയുടെ നേതാവിൻ്റെ അതേ കള്ളമാണ് പാലക്കാട് MLA ആവർത്തിക്കുന്നതെന്നും ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും വീണ ജോർജ് പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസിൻ്റെ കൊലപാതകത്തിൽ ആരോപണങ്ങൾ ആവർത്തിച്ച് പിതാവ് മുഹമ്മദ് ഇക്ബാൽ. പ്രതികൾ 6 വിദ്യാർത്ഥികൾ ഒതുങ്ങില്ലെന്നും കൂടുതൽ പേർ ഇനിയും പിടിയിലാകാനുണ്ടെന്നും കുട്ടികൾ പേടിച്ചിട്ട് മറ്റുള്ളവരുടെ പേരുകൾ പറയുന്നില്ലെന്നും ഇക്ബാൽ ആരോപിച്ചു. മർദ്ദിക്കുമ്പോൾ ചുറ്റും കൂടി നിന്നവരിൽ രക്ഷിതാക്കൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താമരശ്ശേരിയിൽ ഷഹബാസിൻ്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിൽ. ഇതോടെ കുറ്റാരോപിതരുടെ എണ്ണം 6ആയി. കൊലപാതകവുമായി ബന്ധപ്പെട്ട് 5 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ജുമനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ ഇവർ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിയത്.
പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന് മർദ്ദനമേറ്റ സംഭവത്തിൽ നടപടി നേരിട്ട രണ്ട് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അനുമതി. ഇവരെ 1 വർഷത്തേക്ക് കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു. 1 വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് തിരിച്ചെടുത്തത്. പ്രതികൾക്ക് മണ്ണുത്തിയിൽ തുടർ പഠനത്തിന് അനുമതി നൽകിയതിന് എതിരായ ഹർജി നിലവിൽ കോടതിയുടെ പരിഗണനയിലുണ്ട്. CPM ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട്. പാലക്കാട് തണ്ണീരങ്കാട് സഹകരണ ബാങ്കിൽ 85 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ആലത്തൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 4 ജീവനക്കാർക്കെതിരെ കുഴൽമന്ദം പോലീസ് കേസെടുത്തിരുന്നു. കോട്ടയം മണർക്കാട് ചോക്ലേറ്റ് കഴിച്ച വിദ്യാർത്ഥി അസ്വസ്ഥനായ സംഭവത്തിൽ തുമ്പ് കിട്ടാതെ പോലീസ്. ലഹരിയുടെ അംശമുള്ളതിനാൽ ചെന്നത് മിഠായിയിൽ നിന്നാണെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അതേസമയം കുട്ടിക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് സംശയം. കേസിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടന്നുവരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് സംസ്ഥാന കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും CPM ഇളവ് നൽകും. പ്രായപരിധി പിണറായി വിജയന് ബാധകമാകില്ല. കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു മുതിർന്ന നേതാവായ EP ജയരാജന് കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്താനും ധാരണയായെന്നാണ് ഉന്നത പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സമ്മേളന സമയത്ത് പ്രായപരിധി 75 ആകുന്നതുവരെ ഒഴിവാക്കാനാണ് വ്യവസ്ഥയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. അതിനാൽ EPക്കും തൽക്കാലം കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാം. സംസ്ഥാനത്ത് മൂന്നാമതും കോൺഗ്രസിന് തിരിച്ചടിയുണ്ടാകുമെന്ന് സുനിൽ കനുഗോലിൻ്റെ സർവേ റിപ്പോർട്ട് എന്ന വാർത്ത പ്രസിദ്ധീകരിച്ച ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കോൺഗ്രസ് വക്കീൽ നോട്ടീസ് അയച്ചു. AICC സർവേ എന്ന പേരിൽ നൽകിയ വാർത്ത പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ പേരിൽ അയച്ച നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. പത്തനംതിട്ടയിൽ 3 മോശം കൂട്ടുകെട്ട് ചോദ്യം ചെയ്തതിന് സഹോദരനെയും അടുത്ത ബന്ധുവിനെയും +2 വിദ്യാർത്ഥിയുടെ കൂട്ടുകാർ തല്ലിച്ചതച്ചു. പത്തനംതിട്ട ഏനാത്ത് മാർച്ച് 2-നായിരുന്നു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 5 പേർക്കെതിരെ ഏനാത്ത് പോലീസ് കേസെടുത്തു. +2 വിദ്യാർത്ഥിയെയും പ്രതി ചേർത്തിട്ടുണ്ട്. 2 പേരെ അറസ്റ്റ് ചെയ്തു. ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി വൈദ്യുത ദീപാലങ്കാരം നടത്തുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് KSEB. ഉത്സവത്തിൻ്റെ ഭാഗമായി കമാനങ്ങൾ നിർമ്മിക്കുമ്പോഴും നിശ്ചിത ഉയരത്തിൽ കൂടുതലുള്ള കെട്ടുകാഴ്ചകൾ തയ്യാറാക്കുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഗുണമേന്മ കുറഞ്ഞ പ്ലാസ്റ്റിക് ഇൻസുലേറ്റഡ് വയറുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഗുണനിലവാരമുള്ള വയറുകളും അനുബന്ധ ഉപകരണങ്ങളും മാത്രം ഉപയോഗിക്കേണ്ടതാണെന്നും ഇലക്ട്രിസിറ്റി ഇൻസ്പെക്ടറേറ്റിൻ്റെ അംഗീകാരമുള്ള കോൺട്രാക്ടറെ മാത്രമേ ദീപാലങ്കാര പ്രവൃത്തികൾക്ക് ചുമതലപ്പെടുത്താവൂ എന്നും KSEB അറിയിച്ചു. KSRTC ശമ്പള പ്രതിസന്ധി തീർന്നു. ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതിക്ക് തന്നെ ശമ്പളം നൽകുമെന്ന് മന്ത്രി KV ഗണേഷ് കുമാർ അറിയിച്ചു. സർക്കാർ സഹായത്തോടെ തന്നെയാണ് ശമ്പളം നൽകുക. മാസം തോറും 50 കോടി രൂപ സർക്കാർ തുടർന്നും നൽകും. ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.